അമേരിക്കയിലെ ചിക്കാഗോ നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ആസൂത്രിതവും ക്രൂരവുമായ ഒരു കൂട്ടക്കൊലപാതകം. ഒരു സർപ്രൈസ് യാത്ര മരണത്തിലേക്കുള്ള അവസാന യാത്രയായി മാറുമെന്ന് ജേക്കബ് ലാംബർട്ട് എന്ന യുവാവ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എന്താണ് ചിക്കാഗോയിൽ സംഭവിച്ചത്? എന്തിനാണ് 30-കാരിയായ ജെന്ന സ്ട്രോബിൾ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തത്? വെറുമൊരു പകയോ അതോ ആഴത്തിലുള്ള മാനസിക സംഘർഷങ്ങളോ ആയിരുന്നോ കൊലയ്ക്ക് പിന്നിൽ? അമേരിക്കയിലെ ഇല്ലിനോയിസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരമായ ചിക്കാഗോയിലെ സാധാരണക്കാരായ ഒരു ദമ്പതികളായിരുന്നു ജെന്ന സ്ട്രോബിളും ജേക്കബ് ലാംബർട്ടും. ഔദ്യോഗികമായി വിവാഹിതരായിരുന്നില്ലെങ്കിലും ഇവർക്ക് കുട്ടികളുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇവരുടെ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. കുട്ടികളെ വളർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ പതിവായിരുന്നു. ജേക്കബ് കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നതായിരുന്നു ജെന്നയുടെ പ്രധാന പരാതി. കൂടാതെ ജേക്കബിന്റെ മാതാപിതാക്കളായ സ്റ്റേസി ഫോർഡും പങ്കാളി പാട്രിക് ഫോർഡും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ അമിതമായി ഇടപെടുന്നുവെന്നും ജെന്ന വിശ്വസിച്ചിരുന്നു. ഈ പകയും അസംതൃപ്തിയുമാണ് ഒരു ക്രിമിനൽ ബുദ്ധിയിലേക്ക് ജെന്നയെ നയിച്ചത്. മാർച്ച് 22 രാത്രിയുടെ നിശബ്ദതയിൽ ജെന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ജേക്കബിനെ ഫോണിൽ വിളിച്ചു വരുത്തി ഒരു സർപ്രൈസ് ഉണ്ടെന്നും നമുക്ക് പുറത്തു പോകാമെന്നും അവൾ പറഞ്ഞു. സന്തോഷത്തോടെയാണ് ജേക്കബ് ആ കാറിലേക്ക് കയറിയത്. എന്നാൽ തന്റെ കാമുകി സീറ്റിനടിയിൽ ഒരു തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. നഗരത്തിന് പുറത്തുള്ള വിജനമായ ഒരിടത്ത് ജെന്ന കാർ നിർത്തി. പുറം വേദനയുണ്ടെന്ന് പരാതിപ്പെട്ട ജേക്കബിനെ അവൾ ആശ്വസിപ്പിച്ചു. ഞാൻ നിനക്കൊരു മസാജ് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാളുടെ ഷർട്ട് ഉരിപ്പിച്ചു. കാറിന്റെ സീറ്റിൽ കമിഴ്ന്നു കിടന്ന ജേക്കബിനെ ഏകദേശം 20 മിനിറ്റോളം അവൾ സ്നേഹത്തോടെ മസാജ് ചെയ്തു കൊടുത്തു. ഈ സമയം മുഴുവൻ ജേക്കബ് ഒരു മന്ദഹാസത്തോടെ തന്റെ പങ്കാളിയെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മസാജിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി അവൾ തന്റെ ഒളിപ്പിച്ചു വെച്ച തോക്കെടുത്തു. യാതൊരു ദയവുമില്ലാതെ പ്രിയതമന്റെ തലയ്ക്ക് പിന്നിലേക്ക് അവൾ നിറയൊഴിച്ചു. ജേക്കബ് ലാംബർട്ട് അവിടെ വെച്ചു തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം ഭയന്നോടി പോകുന്നതിന് പകരം മൃതദേഹത്തിനടുത്ത് നിന്ന് അവൾ ശാന്തമായി ഒരു സിഗരറ്റ് വലിച്ചു തീർത്തു. ആ ക്രൂരത അവിടെ അവസാനിച്ചില്ല. ജേക്കബിനെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോലുമായി ജെന്ന നേരെ പോയത് ജേക്കബിന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്കാണ്. രാത്രിയുടെ വൈകിയ വേളയിൽ ആ വീട് നിശബ്ദമായിരുന്നു. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ട് അകത്തുണ്ടായിരുന്ന ജേക്കബിന്റെ അമ്മയുടെ പങ്കാളിയായ പാട്രിക് ഫോർഡ് വാതിൽ തുറന്നു. ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ജെന്ന തന്റെ കയ്യിലുണ്ടായിരുന്ന സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളിൽ നിന്ന് പാട്രിക്കിന് നേരെ തുരുതുര വെടിയുതിർത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പ്രകാരം 17 തവണയാണ് അവൾ ആ വൃദ്ധന് നേരെ വെടിവെച്ചത്. വെടിവെച്ച് കേട്ട് ഭയന്നോടി താഴേക്ക് വന്ന ജേക്കബിന്റെ അമ്മ സ്റ്റേസി ഫോർഡിനെയും അവൾ വെറുതെ വിട്ടില്ല. ആ അമ്മയെയും അവിടെ വെച്ച് തന്നെ അവൾ വെടിവെച്ച് കൊന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഒരു കുടുംബത്തെ മുഴുവൻ ജെന്ന സ്ട്രോബിൾ ഇല്ലാതാക്കി. കൂട്ടക്കൊലയ്ക്ക് ശേഷം തന്റെ സഹോദരിയെ വിളിച്ചാണ് ജെന്ന ഈ വിവരം പറഞ്ഞത്. ഞാൻ 3 പേരെയും തീർത്തു എന്ന ജെന്നയുടെ വാക്കുകൾ കേട്ട് നടുങ്ങിയ സഹോദരി ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ചിക്കാഗോ പോലീസ് ജെന്നയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ജെന്ന എല്ലാം സമ്മതിച്ചു. യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് അവൾ പോലീസിനോട് സംസാരിച്ചത്. അവർ എൻ്റെ ജീവിതം നരകതുല്യമാക്കി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നായിരുന്നു അവളുടെ മൊഴി. കുട്ടികളെ നോക്കാത്ത ജേക്കബിനോടുള്ള ദേഷ്യവും ജീവിതത്തിൽ ഇടപെടുന്ന മാതാപിതാക്കളോടുള്ള പകയും തന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചുവെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു. കോടതിയിൽ ജെന്നയ്ക്കെതിരെ ശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂട്ടർമാർ നിരത്തിയത്. ഇത് വെറുമൊരു ആവേശം കൊണ്ട് ചെയ്ത കൊലപാതകമല്ലെന്നും മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒന്നാണെന്നും അവർ തെളിവുകൾ സഹിതം സമർപ്പിച്ചു. മസാജ് ചെയ്യുന്നതിനിടയിലുള്ള കൊലപാതകം ജെന്നയുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ജെന്ന സ്ട്രോബിളിന് മേൽ ഫസ്റ്റ് ഡിഗ്രി മർഡർ അഥവാ ആസൂത്രിത കൊലപാതക കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ ഇത്തരം കുറ്റങ്ങൾക്ക് ജീവപര്യന്തമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കുള്ളിലെ അസംതൃപ്തിയും വെറുപ്പും എത്രത്തോളം ഭീകരമായ അവസ്ഥയിലേക്ക് ഒരാളെ നയിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ ചിക്കാഗോ ദുരന്തം. സ്നേഹിക്കേണ്ടവർ കൊലയാളികളാവുമ്പോൾ തകരുന്നത് ഒരു തലമുറയുടെ സ്വപ്നങ്ങളാണ്. ജെന്നയും ജേക്കബും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിങ്ങോ മറ്റോ തേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ 3 ജീവനുകൾ ഇന്നുണ്ടാകുമായിരുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം മാനസികാഘാതങ്ങളും ക്രൂരതകളും തിരിച്ചറിയേണ്ടതും പ്രതിരോധിക്കേണ്ടതും അനിവാര്യമാണ്. ബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകൾ കൊലപാതകങ്ങളിലേക്ക് വളരാതിരിക്കാൻ നാം ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.